Hi friends, Laly's Worldയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനമുള്ളത് സാരിയുടെ അതിന്റെ ഫ്ലീറ്റ്സ് ഒക്കെ കറക്റ്റ് എങ്ങനെ ചെയ്യുന്നത് അതിന്റെ കുറച്ച് ടിപ്സുകളാണ് ഞാൻ പറഞ്ഞത്. അന്നേരം ഒത്തിരി കമന്റ്സ് എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞിരുന്നു അത് ഫുൾ എന്തായിരുന്നു ഒന്ന് സാരി ഉടുത്ത് കാണിച്ചത് നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. ആ ഒരു അഭിപ്രായത്തെ മാനിച്ചാണ് ഞാൻ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു ഫുൾ ഒരു സാരി ഉടുക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇന്ന് ആ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുൻപ് നിൽക്കുന്നത്. ഇത് ഫസ്റ്റ് തൊട്ട് സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്ത പോലെ ഞാൻ പറഞ്ഞിരുന്നു സ്കേർട്ടിൻ്റെ ഉടുക്കുന്നത് ഫ്രണ്ട് പോർഷന് വെച്ച് ഞാൻ ടൈറ്റ് ചെയ്തിരിക്കുകയാണ് സ്കേർട്ട്. അതേപോലെ പുക്കിളിന് സ്വല്പം താഴെ. അതിനുശേഷം സാരി ഇത് അതുപോലെ ഞാനൊരു ബ്ലൗസ് പീസ് കട്ട് ചെയ്തതിൻ്റെ എടുത്ത് സെറ്റ് ചെയ്തേക്കുന്ന സാരിയാണ്. അത് ഞാൻ കെട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഉടുക്കാൻ തുടങ്ങി. അതിനുശേഷം ഫ്രണ്ട് പോർഷനിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വേസ്റ്റ് വരാതെ ഉടുക്കുന്നതാണ് ഏറ്റവും ഭംഗി. അപ്പോൾ അതിന് നമ്മൾ കറക്റ്റ് എത്ര വേണോ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് തലേന്ന് തന്നെ ഈ ഫ്ലീറ്റ്സ് എടുത്ത് നമ്മളിങ്ങനെ അയൺ ചെയ്യും. ഞാൻ തലേന്ന് തന്നെ അയൺ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ആ തിരിഞ്ഞ് വന്ന വഴി കറക്റ്റ് ആ പോർഷൻ എവിടെ വരെ വരുന്നു അവിടെ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ഫ്ലീറ്റ്സ് എത്ര വരുമോ ഒരു ഏകദേശം എടുത്ത് അയൺ ചെയ്ത് വെച്ചതാണിത്. അപ്പോൾ നമ്മൾ പുക്കിളിന് തൊട്ട് ബാക്ക് സൈഡിലോട്ട് മാറ്റി അവിടെ വേണം നമുക്ക് സെറ്റ് ചെയ്യാം. ഫ്ലീറ്റ്സ് എടുത്ത് വെച്ച് തലേന്ന് തന്നെ നമ്മളിങ്ങനെ മടക്കി നല്ല വീതി മാക്സിമം വീതിയിൽ വേണം ഈ ഫ്ലീറ്റ്സ് എടുക്കാൻ. ഈ ചെറിയ വീതിയിൽ എടുക്കുമ്പോഴാണ് ആ ഫ്ലീറ്റ്സ് വല്ലാതെ ഒക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ നല്ല വീതിയിൽ തന്നെ ഫ്ലീറ്റ്സ് എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവിടെ വേസ്റ്റ് ഒന്നും വരില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ ബുക്കിൻ്റെ ഈ ഭാഗത്തോട്ട് മാറ്റി സെറ്റ് ചെയ്യും. ഇതേപോലെ ഫ്രണ്ട് പോർഷൻ നമ്മൾ സെറ്റായി കഴിഞ്ഞു. അതിനുശേഷം അതേപോലെ തന്നെ മുന്താണി നമ്മുടെ അനുസരിച്ച് നമുക്ക് എത്ര വീതി വേണോ അതനുസരിച്ച് നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് തലേന്ന് എത്ര ലെങ്തി വേണോ ആ ലെങ്തിൽ തന്നെ എടുത്ത് പിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ ഇത്രയും വീതിയുള്ളൊരു ബോർഡറുള്ള സാരിയാണെങ്കിൽ ഈ കറക്റ്റ് ബോർഡർ വെച്ച് വേണം ആ രീതി വേണം എടുക്കാൻ. വണ്ണമുള്ള ഒരു ചെറിയ പ്ലീറ്റ്സ് എടുക്കാതിരിക്കുക, അതായിരിക്കും ഭംഗി. സ്വല്പം വീതിയോട് എടുക്കാൻ. ഇത് ഞാനൊരു മീഡിയം, എനിക്ക് ഒത്തിരി വണ്ണമല്ല എന്ന ആവശ്യത്തിനുള്ള കറക്റ്റ് ഒരു ചെറിയൊരു വീതിയിലാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതും അതുപോലെ ഫ്ലീറ്റ്സ് ഞാൻ അയൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു ചുറ്റൂടി ഇങ്ങനെ ചുറ്റിയതിന് ശേഷം കറക്റ്റ് നമ്മളിങ്ങനെ വീതിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ ഈ വീതിയിൽ ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് പോലെ ഇവിടെ വരും. ഇവിടെയാണ് നമുക്ക് എല്ലാവർക്കും പ്രശ്നം വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയാണ് നമ്മൾ ക്ലിയർ ആയിട്ട് ഉടുക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആ പിന്നെ കറക്റ്റ് എത്ര വേണോ ആ ലെങ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ വരത്തക്കോണം. അപ്പോൾ നമ്മൾ ആ ഫ്ലീറ്റ്സ് ഇവിടെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ആ തിരിച്ച് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഈ ഞൂറും ഇതേപോലെ തന്നെ വരണം. പിൻ ചെയ്ത് നമ്മൾ പിൻ ചെയ്തതാണ് നമ്മൾ ഷോൾഡറിൽ വെച്ച് പിൻ ചെയ്യുക. അപ്പോൾ ഇനി ഇത് ചെയ്യേണ്ടത് നമ്മൾ ഈ ഫ്ലീറ്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതേപോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് ഈ സൈഡിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ മേളത്തെ ഫ്ലീറ്റ്സ് ആ ഒരു ബോർഡർ തന്നെ വരും. നമ്മളിവിടെ പിൻ കുത്തിയില്ല. അപ്പോൾ ഇതിൻ്റെ മാക്സിമം വളവനുസരിച്ച് പിടിച്ചിട്ട് ആ കുത്തോട്ട് വെച്ച് ഒരു പിൻ ഇവിടെ കുത്തുക. പിൻ കുത്തി ഇനി ഒരു പിന്നും കൂടെ നമുക്കിവിടെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് ഈ ഫ്ലീറ്റ്സ് ഇങ്ങനെ കറക്റ്റായിട്ട് നിൽക്കണമെങ്കിൽ ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഈ രണ്ട് ഫ്ലീറ്റ്സ് കണ്ടല്ലോ, ഈ ഫ്ലീറ്റ്സ് അടിയിലോട്ട് നമുക്കിതിൻ്റെ അടിയിൽ എത്ര പിൻ വെച്ചാലും അത് നമുക്ക് കാണത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഫ്ലീറ്റ്സ് ഇങ്ങനെ വലിച്ചു വെച്ചിട്ട് നമ്മൾ ആദ്യം കൊടുത്ത പിന്നിൻ്റെ അവിടെ തന്നെ ഒരു പിന്നും കൂടെ സെറ്റാക്കി കൊടുക്കാം. ഇനി ആവശ്യമൊന്നും വരികിൽ നമുക്ക് ഇവിടെ ഒരു പിന്നെ മുകളിൽ കൂടെ കുത്തി കറക്റ്റാക്കി കഴിഞ്ഞാൽ സാരിയുടെ പെട്ടെന്നല്ലേ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിലും ആ ചുളിവൊന്നും വരില്ല. ഇങ്ങനെ കറക്റ്റായി ഇത് ഞാൻ ഫുൾ സെറ്റായിട്ട് കൊടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഞാൻ ബ്ലൗസിൻ്റെ കൂടെ സെറ്റാക്കിയ സാരി ഇട്ടത് നോക്കിക്കേ. സാരിയുടെ കൂടെ ഇവിടെ ഇഞ്ഞൂറ് ഓക്കെ ഇതേപോലെ ഇത് കറക്റ്റ് താഴെ ശ്രദ്ധിക്കണം. ഭംഗിയായി
ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.